മക്കളെ, ഇന്ന് നമ്മൾ 4ാം ക്ലാസ്സിലെ EVS യൂണിറ്റ് 2 ഇന്ത്യ എൻ്റെ രാജ്യം എന്ന പാഠഭാഗമാണ് കേട്ടോ പഠിക്കുന്നത്. മുമ്പ് 2 ക്ലാസ്സുകൾ നൽകിയിട്ടുണ്ട്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് കേട്ടോ അടുത്ത ക്ലാസ്സുകൾ നൽകുന്നത്. നമ്മൾ നോക്കുന്നത് ഇന്ത്യൻ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളുമാണ്. ആന്ധ്രാപ്രദേശ്, അതിൻ്റെ തലസ്ഥാനം അമരാവതി. അരുണാചൽ പ്രദേശ് ഈറ്റാനഗർ. ആസാം ഡിസ്പൂർ. ബീഹാർ പട്ന. ഛത്തീസ്ഗഡ് റായ്പൂർ. ഗോവ പനാജി. ഗുജറാത്ത് ഗാന്ധിനഗർ. ഹരിയാന ചണ്ഡീഗഡ്. ഹിമാചൽ പ്രദേശ് ഷിംല. ജാർഖണ്ഡ് റാഞ്ചി. കർണാടക ബാംഗ്ലൂർ. കേരളം തിരുവനന്തപുരം. മധ്യപ്രദേശ് ഭോപ്പാൽ. മഹാരാഷ്ട്ര മുംബൈ. മണിപ്പൂർ ഇംഫാൽ. മേഘാലയ ഷില്ലോങ്. മിസോറാം ഐസ്വാൾ. നാഗാലാൻഡ് കൊഹിമ. ഒഡീഷ ഭുവനേശ്വർ. പഞ്ചാബ് ചണ്ഡീഗഡ്. കൂടെ തന്നെ മക്കൾ പഠിക്കണം കേട്ടോ. രാജസ്ഥാൻ തലസ്ഥാനം ജയ്പൂർ. ഗാംഗ്ടോക്ക് തമിഴ്നാട്. ചെന്നൈ. തെലുങ്കാന ഹൈദരാബാദ്. ത്രിപുര അഗർത്തല. ഉത്തർപ്രദേശ് ലക്നൗ. ഉത്തരാഖണ്ഡ് ഡെറാഡൂൺ. പശ്ചിമ ബംഗാൾ കൊൽക്കത്ത. 28 സംസ്ഥാനങ്ങൾ ഇപ്പോൾ പഠിച്ചല്ലോ. ഇനി 8 കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട്. ഏതൊക്കെയാണ്? ആൻഡമാൻ നിക്കോബാർ ദ്വീപുകൾ, ചണ്ഡീഗഡ്, ദാദ്ര നഗർ ഹവേലി ആൻഡ് ദാമൻ ദിയു, ഡൽഹി, ലക്ഷദ്വീപ്, പോണ്ടിച്ചേരി, ലഡാക്ക്, ജമ്മു കാശ്മീർ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ള ഭാഗമാണിത്. ഇതാ കണ്ടോ ചിത്രത്തിൽ. പദപ്രശ്നം പൂർത്തിയാക്കൂ. മുകളിൽ നൽകിയിട്ടുള്ള ചോദ്യങ്ങളുടെ ആൻസറുകൾ കഴിഞ്ഞ ക്ലാസ് നൽകിയിട്ടുണ്ട്. ഇന്ത്യയുടെ അയൽ രാജ്യങ്ങൾ, അറബിക്കടൽ തീരത്തുള്ള സംസ്ഥാനങ്ങൾ, അതൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഏറ്റവും കൂടുതൽ സംസ്ഥാനങ്ങളുമായി അതിർത്തി പങ്കിടുന്ന സംസ്ഥാനം ഏതാണ്? ഇന്ത്യൻ സംസ്ഥാനം ഉത്തർപ്രദേശാണ് അല്ലേ. 8 സംസ്ഥാനങ്ങളുമായിട്ടാണ് ഉത്തർപ്രദേശ് അതിർത്തി പങ്കിടുന്നത്. ഇതാ നമ്മുടെ ഭൂപടം നോക്കിയാൽ മനസ്സിലാവും. അതുപോലെ കേരളത്തിലുണ്ടല്ലോ അങ്ങനെ ഒരു ജില്ല. ഏതാണ്? കേരളത്തിലെ ജില്ലകളുമായിട്ട് അതിർത്തി പങ്കിടുന്നത് കോട്ടയം. എറണാകുളം, ഇടുക്കി, പത്തനംതിട്ട, ആലപ്പുഴ, ഈ ജില്ലകളുമായിട്ടാണ് കോട്ടയം അതിർത്തി പങ്കിടുന്നത് അല്ലേ. അതൊക്കെ നമുക്ക് കൂടുതലായിട്ട് LSS ക്ലാസ്സിൽ പറയാം കേട്ടോ. ഇനി നമുക്ക് പദപ്രശ്നം പൂർത്തിയാക്കാം. ചോദ്യങ്ങൾ നൽകിയിട്ടുണ്ട് വലത്തോട്ട്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനം ബംഗളൂരുവാണ് തലസ്ഥാനം. നമുക്ക് ക്ലൂ തന്നിട്ടുണ്ട്. ആ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനം ബംഗളൂരുവാണ്. അപ്പോൾ ഏതാണ് സംസ്ഥാനം? കർണാടക. വലത്തോട്ടുള്ള രണ്ടാമത്തത് അറബിക്കടലിൻ്റെ തീരത്താണ് സ്ഥാനം. ഗുജറാത്തുമായി അതിർത്തി പങ്കിടുന്നു. ആൻസർ മഹാരാഷ്ട്ര. 3 അയൽ രാജ്യമായ മ്യാൻമറുമായി അതിർത്തിയുണ്ട്. ത്രിപുരയോട് ചേർന്നാണ് സ്ഥാനം. മക്കൾ ഭൂപടം വെച്ചിട്ട് വേണം ആൻസർ ചെയ്യാൻ. ഇത് മ്യാൻമാർ, ഇത് ത്രിപുര. അപ്പോൾ ഇതേതാണ്? മിസോറാം. 4ാമത്തെ ചോദ്യം. കൊഹിമ ഈ സംസ്ഥാനത്തിൻ്റെ തലസ്ഥാനമാണ്. സംസ്ഥാനങ്ങളുടെ തലസ്ഥാനങ്ങൾ കണ്ടല്ലോ. അതിൽ കൊഹിമ ഏത് സംസ്ഥാനത്തിൻ്റെതാണ്? നാഗാലാൻഡ് ആണ് അല്ലേ. 5 ബംഗ്ലാദേശുമായി അതിർത്തിയുണ്ട്. ആസാമിൻ്റെ അയൽ സംസ്ഥാനം. ആൻസർ മേഘാലയ. 6ാമത്തെ ചോദ്യം. രാജസ്ഥാൻ, പഞ്ചാബ്, ഉത്തർപ്രദേശ് എന്നിവയുമായി അതിർത്തി പങ്കിടുന്നു. രാജ്യ തലസ്ഥാനമായ ഡൽഹിയോട് ചേർന്നാണ്. ആൻസർ ഹരിയാന. ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി അടുത്തത് താഴോട്ട്. 2ാമത്തെ ക്വസ്റ്റ്യന്. വലുപ്പത്തിൽ 2ാമതുള്ള ഈ സംസ്ഥാനം ഇന്ത്യയുടെ മധ്യഭാഗത്താണ്. ഏതാണ്? മധ്യപ്രദേശ് അല്ലേ. 7ാമത്തത്. ഇന്ത്യയിലെ ഏറ്റവും വലിയ സംസ്ഥാനം അത് രാജസ്ഥാനാണ്. ഇന്ത്യയിലെ ഒരു മരുഭൂമി ഉണ്ടല്ലോ. ഏതാണ് മക്കൾക്കറിയോ? താർ മരുഭൂമി അല്ലേ. അത് രാജസ്ഥാനിലാണ് സ്ഥിതി ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടിയിട്ട് എല്ലാ ദിനാചരണ ക്വിസ് വീഡിയോസും LSS ക്ലാസ്സുകളും നമ്മുടെ ചാനലിലൂടെ നൽകുന്നുണ്ട് കേട്ടോ. ക്ലാസ്സുകൾ നൽകാൻ വേണ്ടിയിട്ട് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ട്. അതിൻ്റെ ലിങ്കും ഡിസ്ക്രിപ്ഷനിൽ നൽകാം. 7ാമത്തെ ക്വസ്റ്റ്യന്. കേരളത്തിൻ്റെ അയൽ സംസ്ഥാനമാണ്. ചെന്നൈയാണ് തലസ്ഥാനം. ആൻസർ തമിഴ്നാട്. 9 ഈ സംസ്ഥാനത്താണ് ഹൈദരാബാദ് സ്ഥിതി ചെയ്യുന്നത്. തെലുങ്കാനയാണ് അല്ലേ. തെലുങ്കാനയുടെ തലസ്ഥാനം ഏതാണ്? ഹൈദരാബാദാണ്. അവസാനം രൂപം കൊണ്ട സംസ്ഥാനം തെലുങ്കാനയാണ് കേട്ടോ. 10ാമത്തെ ക്വസ്റ്റ്യന്. നേപ്പാളുമായി അതിർത്തി പങ്കിടുന്നു. പട്നയാണ് തലസ്ഥാനം. ആൻസർ ബീഹാർ. കണ്ടോ, ഇതുപോലെ മക്കളൊന്ന് എഴുതണം കേട്ടോ. മറ്റൊരു കാര്യം, ചില സ്ഥലങ്ങളിൽ തെലുങ്കാന എന്നാണ് തെലങ്കാനയ്ക്ക് പറയുക. ഇവിടെ തെലങ്കാന തന്നിട്ടുള്ളത്. അതുപോലെ നാഗാലാൻഡിന്
നാഗാലാൻഡ് എന്നെഴുതും കേട്ടോ. അത് മക്കൾ ശ്രദ്ധിച്ചാൽ മതി. ഇനി നിങ്ങളോട് ക്ലാസ്സിലൊരു ചോദ്യപ്പായിട്ട് സംഘടിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട്. കൂടുതൽ ചോദ്യങ്ങളൊക്കെ കണ്ടെത്തുക കേട്ടോ. ഇന്ത്യൻ്റെ ഭൂപടം മക്കൾ പഠിച്ചിരിക്കണം. അതുപോലെ സംസ്ഥാനങ്ങളും അവയുടെ തലസ്ഥാനങ്ങളും എഴുതാനറിയണം കേട്ടോ. അടുത്ത ടോപ്പിക്കാണ് വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇന്ത്യയിലെ വിവിധ പ്രദേശത്തുള്ളവർ ഒരേ ഭാഷയാണ് സംസാരിക്കുന്നത്? അല്ലല്ലേ, പല ഭാഷകളാണ് സംസാരിക്കുന്നത്. എല്ലാ ഇന്ത്യക്കാരും ഒരേ വിധത്തിലുള്ള വസ്ത്രമാണോ ധരിക്കുന്നത്? ഉത്സവങ്ങളും ആഘോഷങ്ങളും ഇന്ത്യയിൽ എല്ലായിടത്തും ഒരുപോലെയാണോ? അല്ലല്ലേ, പല ഭാഷകൾ, പല സംസ്ഥാനങ്ങളിലും പല ഭാഷകളാണ്. നമ്മുടെ ഭാഷ ഏതാണ്? മലയാളം. അതുപോലെ നമ്മുടെ അയൽ സംസ്ഥാനങ്ങളായ തമിഴ്നാട്ടിൽ തമിഴാണ് ഭാഷ, കർണാടകയിൽ കന്നഡ. അതുപോലെ വസ്ത്രങ്ങളും ആഘോഷങ്ങളും വ്യത്യസ്തമാണ്. കേരളീയരുടെ ആഘോഷം ഏതാണ്? ഓണം. ഈ ചിത്രം കണ്ടല്ലോ കുട്ടികൾ, പല ഭാഷകളാണ് പറയണത് അല്ലേ. ഇന്ത്യ എൻ്റെ രാജ്യമാണ്, മലയാളമാണ് അല്ലേ. തമിഴിൽ എങ്ങനെ പറയും? ഇന്ത്യ എന്നുടെ നാട്. കന്നഡയിൽ ഭാരതാവോ തന്നദേശ്. അതുപോലെ തെലുങ്കിൽ ഇന്ത്യ നാടു ദേശമു. പല പല ഭാഷകൾ അല്ലേ. നമുക്ക് ഭാഷകളുടെ പട്ടികയൊന്ന് പൂർത്തിയാക്കാം. സംസ്ഥാനം ഭാഷ: ആന്ധ്രാപ്രദേശ് തെലുങ്ക്, തെലുങ്കാന തെലുങ്ക്, മഹാരാഷ്ട്ര മറാഠി, ഒഡീഷ ഒഡിയ. നമ്മുടെ 28 സംസ്ഥാനങ്ങളും അവയുടെ ഭാഷകൾ നൽകിയിട്ടുണ്ട് കേട്ടോ. ആന്ധ്രാപ്രദേശ് തെലുങ്ക്, അരുണാചൽ പ്രദേശ് ഇംഗ്ലീഷ്, അസം അസമീസ്, ബീഹാർ ബീഹാരി, ഛത്തീസ്ഗഡ് ഹിന്ദി, ഗോവ കൊങ്കണി, ഗുജറാത്ത് ഗുജറാത്തി, ഹരിയാന ഹിന്ദി, ഹിമാചൽ പ്രദേശ് ഹിന്ദി, ജാർഖണ്ഡ് ഹിന്ദി, കർണാടക കന്നഡ, കേരളം മലയാളം, മധ്യപ്രദേശ് ഹിന്ദി, മഹാരാഷ്ട്ര മറാഠി, മണിപ്പൂർ മണിപ്പൂരി, മേഘാലയ ഇംഗ്ലീഷ്, മിസോറാം മിസോ, നാഗാലാൻഡ് ഇംഗ്ലീഷ്, ഒഡീഷ ഒഡിയ, പഞ്ചാബ് പഞ്ചാബി, രാജസ്ഥാൻ ഹിന്ദി, സിക്കിം നേപ്പാളി, തമിഴ്നാട് തമിഴ്, തെലുങ്കാന തെലുങ്ക്, ത്രിപുര ഹിന്ദി, ഉത്തർപ്രദേശ് ഹിന്ദി, ഉത്തരാഖണ്ഡ് ഹിന്ദി, പശ്ചിമ ബംഗാൾ ബംഗാളി. മക്കളെ എഴുതിയെടുക്കണേ. ഇന്ത്യൻ കറൻസിയിൽ എത്ര ഭാഷകളുടെ മൂല്യമാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്? 17 ഭാഷകളിലാണ് മൂല്യം രേഖപ്പെടുത്തിയിട്ടുള്ളത്. ഹിന്ദിയിലും ഇംഗ്ലീഷിലും നോട്ടിൻ്റെ മുൻഭാഗത്തും മറുവശത്തുമായിട്ട് അച്ചടിച്ചിട്ടുണ്ട്. കൂടാതെ 15 ഭാഷകൾ അക്ഷരമാല ക്രമത്തിൽ എഴുതിയിട്ടുണ്ട്. ഏതൊക്കെയാണ്? അസമീസ്, ബംഗാളി, ഗുജറാത്തി, കന്നഡ, കാശ്മീരി, കൊങ്കണി, മലയാളം, മറാത്തി, നേപ്പാളി, ഒറിയ, പഞ്ചാബി, സംസ്കൃതം, തമിഴ്, തെലുങ്ക്. അവസാനം രേഖപ്പെടുത്തിയത് ഉറുദു. മനസ്സിലായല്ലോ. ഇനി അടുത്ത് പഠിക്കാനുള്ളത് പല ദേശം പല വേഷം. ചിത്രം കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലായി നമ്മുടെ രാജ്യത്തുള്ള വസ്ത്രധാരണ രീതികൾ അല്ലേ. നമ്മുടെ കേരളീയരുടെ വസ്ത്രമാണോ മറ്റുള്ള സംസ്ഥാനങ്ങളിൽ? അല്ല അല്ലേ. നിങ്ങളോട് വസ്ത്രധാരണത്തെ പറ്റിയൊരു ഡിജിറ്റൽ ആൽബം പ്രദർശിപ്പിക്കാൻ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ആഘോഷങ്ങൾ. ഈ ചിത്രത്തിലെ ഏതെല്ലാം ആഘോഷങ്ങളാണ് നിങ്ങൾക്കറിയുന്നത്? ഇതിലെ പ്രധാന ആഘോഷങ്ങളാണ് ദീപാവലി, ഈദുൽ ഫിത്തർ, ക്രിസ്മസ്, ഹോളി, ഓണം. ഇതൊക്കെ നമ്മുടെ ഇന്ത്യയിലെ ആഘോഷങ്ങളാണ്. കലകൾ പലവിധം. ഈ ചിത്രത്തിലുള്ള ഏതെല്ലാം കലാരൂപങ്ങളാണ് മക്കൾക്ക് പരിചയമുള്ളത്? നമ്മുടെ ഇന്ത്യ രാജ്യത്ത് വേഷം, ഭാഷ, കലാരൂപങ്ങൾ ഇവയെല്ലാം വ്യത്യസ്തമാണല്ലേ. മുകളിലെ ചിത്രത്തിൽ തന്നിട്ടുള്ള കലാരൂപങ്ങൾ താഴെ കൊടുത്തിട്ടുണ്ട്. മോഹിനിയാട്ടം കേരളത്തിൻ്റെതാണ് അല്ലേ. ഭരതനാട്യം തമിഴ്നാട്, കുച്ചിപ്പുടി തെലുങ്കാന, കഥക് ഉത്തർപ്രദേശ്, മണിപ്പൂരി നൃത്തം അത് മണിപ്പൂരിൻ്റെ. ഒരുമയുടെ അടയാളങ്ങൾ. നമ്മുടെ ഇന്ത്യയുടെ നമ്മുടെ ദേശീയ അടയാളങ്ങൾ എന്തൊക്കെയാണ്? ദേശീയ പതാക ഉണ്ട് അല്ലേ. ദേശീയ പതാക, ദേശീയ ഗാനം, ദേശീയ ഗീതം, ദേശീയ മുദ്ര, ദേശീയ പക്ഷി, ദേശീയ മൃഗം, ദേശീയ പുഷ്പം, ദേശീയ മത്സ്യം, ദേശീയ മരം, ദേശീയ പതാക. ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് പിംഗലി വെങ്കയ്യ. ദേശീയ പക്ഷി മയിൽ, ദേശീയ മൃഗം കടുവ, ദേശീയ ഫലം മാങ്ങ, ദേശീയ ഗാനം ജനഗണമന, പതാക ത്രിവർണ പതാക, ദേശീയ പുഷ്പം താമര, ദേശീയ മരം ആൽമരം, ദേശീയ ഗീതം വന്ദേ മാതരം, ദേശീയ ഗെയിം ഹോക്കി, ദേശീയ ജലജീവി ഗംഗ ഡോൾഫിൻ, ദേശീയ കറൻസി ഇന്ത്യൻ റുപ്പി, ദേശീയ കലണ്ടർ
ശകവർഷ കലണ്ടർ. ഇനി എന്തെങ്കിലും ഉണ്ടോ? ദേശീയ മത്സ്യം അയല. സ്കൂളിൽ ആലപിക്കുന്ന ദേശീയ ഗാനം ജനഗണമന, അത് എഴുതിയത് രവീന്ദ്രനാഥ ടാഗോറാണ്. ഏത് ഭാഷയിലാണ് ദേശീയഗാനം എഴുതിയിട്ടുള്ളത്? ബംഗാളി ഭാഷയിൽ. ദേശീയഗാനം ആലപിക്കുമ്പോൾ എങ്ങനെയാണ് നിൽക്കേണ്ടത്? നമ്മൾ അറ്റൻഷനിലാണ് നിൽക്കേണ്ടത് അല്ലേ? അതുപോലെ ദേശീയഗാനം ആലപിക്കാൻ നിർദ്ദേശിക്കപ്പെട്ട സമയം എത്ര? 52 സെക്കൻഡ്. നമ്മുടെ ദേശീയ മുദ്ര ഇതാണ്. നമ്മുടെ ദേശീയ മുദ്ര കേട്ടോ. എടുത്തിട്ടുള്ളത് അശോക ചക്രവർത്തി ഉത്തർപ്രദേശിലെ സാരാനാഥിൽ സ്ഥാപിച്ചിട്ടുള്ള സ്തൂപത്തിൽ നിന്നാണ്. 4 ദിക്കിലേക്കുമായി നോക്കി നിൽക്കുന്ന സിംഹങ്ങളാണ് ഈ മുദ്രയിൽ പ്രധാനമായുള്ളത്. ചുവടെ മധ്യത്തിലായി കാണുന്ന ധർമ്മചക്രമാണ് അശോക ചക്രം. അശോക ചക്രത്തിൽ 24 ആരക്കാലുകളുണ്ട്. മുദ്രയുടെ ചുവട്ടിൽ രേഖപ്പെടുത്തിയിട്ടുള്ള വാക്യമേത്? അതിൻ്റെ അർത്ഥം എന്ത്? സത്യമേവ ജയതേ, എപ്പോഴും സത്യം തന്നെ വിജയിക്കും. ഇതാണ് എഴുതിയിട്ടുള്ളത്. ദേവനാഗരി ലിപിയിലാണ് എഴുതിയിട്ടുള്ളത്. മുദ്രയിൽ കാണുന്ന മറ്റു മൃഗങ്ങൾ ഏതെല്ലാം? 4 സിംഹങ്ങളെ കൂടാതെ കാള, കുതിര, ആന എന്നീ മൃഗങ്ങളുണ്ട് കേട്ടോ. ദേശീയ ഗീതം ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയിട്ടുള്ള വന്ദേ മാതരമാണ് നമ്മുടെ ദേശീയ ഗീതം. ബംഗാളി ഭാഷയിൽ സംസ്കൃത പദങ്ങളും ചേർത്താണ് ഇത് എഴുതിയിട്ടുള്ളത്. പറഞ്ഞിട്ടുള്ളത് നമ്മുടെ ദേശീയ അടയാളങ്ങൾ ഏതൊക്കെയാണെന്ന്. അത് നമ്മൾ നേരത്തെ പറഞ്ഞു തന്നിട്ടുണ്ടല്ലോ, ചിത്രങ്ങളൊക്കെ കണ്ടല്ലോ അല്ലേ? അത് പഠിക്കണം കേട്ടോ മക്കൾ. നമ്മുടെ രാജ്യത്തോടുള്ള സ്നേഹവും ആദരവും ദേശീയ അടയാളങ്ങളോടും നാം പ്രകടിപ്പിക്കണം. ദേശീയ അടയാളങ്ങളോട് അനാദരവ് പുലർത്തുന്നത് ശിക്ഷാർഹമാണ്. ഇന്ത്യ നമ്മുടെ അഭിമാനം. ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ നിന്ന് ഇന്നത്തെ ഇന്ത്യയിലേക്ക് നാം സഞ്ചരിച്ചെത്തിയ വഴികൾ മനസ്സിലാക്കിയല്ലോ. അനേകായിരങ്ങളുടെ ജീവന് നഷ്ടപ്പെടുത്തിയാണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. പല നാടുകളിലായി പല ഭാഷയിലും പല വേഷത്തിലുമാണ് നമ്മുടെ ജീവിത രീതികളെല്ലാം. ഈ വൈവിധ്യങ്ങൾക്കിടയിലും ഇന്ത്യക്കാർ എന്ന നിലയിൽ നാം ഒന്നായിരിക്കുന്നു. ഐക്യബോധമാണ് നാനാത്വത്തിൽ ഏകത്വം. ഇന്ത്യ നമ്മുടെ അഭിമാനം. ഒരേ സ്വരത്തിൽ നമുക്കൊരുമിച്ച് പറയാം: ഇന്ത്യ എൻ്റെ രാജ്യം, എൻ്റെ സ്വന്തം രാജ്യം. ഇന്ത്യ എൻ്റെ ജീവനേക്കാൾ ജീവനായ രാജ്യം. മനസ്സിലായല്ലോ? ഇനി നമുക്ക് പഠന പ്രവർത്തനങ്ങളിലെ തുടർ പ്രവർത്തനങ്ങൾ നോക്കാം. എഴുമ്പടി ചേർക്കുക. ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം എന്നാണ്? 1947 ആഗസ്റ്റ് 15. ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്ന ദിനം 1950 ജനുവരി 26. ക്വിറ്റ് ഇന്ത്യ ദിനം 1942 ആഗസ്റ്റ് 8. ഗാന്ധിജിയുടെ ചരമദിനം 1948 ജനുവരി 30. ഇന്ത്യയുടെ ഭരണഘടനാ ദിനം 1949 നവംബർ 26. ശരിയോ തെറ്റോ അടയാളപ്പെടുത്തുക. ഗോവ കേരളവുമായി അതിർത്തി പങ്കിടുന്നു. തെറ്റാണല്ലേ? അറബിക്കടലിനും ബംഗാൾ ഉൾക്കടലിനും ഇന്ത്യയിൽ തീരമുണ്ട്. ശരിയാണ്. ഇന്ത്യയിൽ കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ ഹിന്ദിയാണ്. ശരിയാണ്. അടുത്തത്, ഇന്ത്യക്ക് 5 അയൽ രാജ്യങ്ങളാണുള്ളത്. തെറ്റാണല്ലേ? ഓക്കെ, എല്ലാവരും നന്നായിട്ട് പഠിക്കുക. ഇനിയും തുടർന്നുള്ള ക്ലാസ്സുകൾ നൽകുന്നതായിരിക്കും. ഇനി ക്ലാസ്സുകൾ ലഭിക്കാൻ വേണ്ടിയിട്ട് മക്കളെല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഓക്കെ, താങ്ക്സ് ഫോർ വാച്ചിങ്.